ഹലോ ഫ്രണ്ട്സ്, ഇന്ത്യൻ റെയിൽവേയിൽ 22,000-ൽ പരം വേക്കൻസികൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ തൊഴിൽദാതാവാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. അവിടെ 10ാം ക്ലാസ് പാസ്സായവർക്കാണ് 22,000-ൽ പരം വേക്കൻസി വന്നിരിക്കുന്നത്. സാധാരണ നിലയിൽ എൻ്റെ അറിവനുസരിച്ച് ഗ്രാജുവേറ്റ്സ് അടക്കം അപ്ലൈ ചെയ്യുന്ന ഒരു പോസ്റ്റായിട്ട് ഞാനിതിനെ മനസ്സിലാക്കുന്നു. പക്ഷെ നിർബന്ധമായും 10ാം ക്ലാസ് പാസ്സായവരും 12ാം ക്ലാസ് ഒക്കെ പാസ്സായവർക്കൊക്കെ ട്രൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റ് തന്നെയാണിത്. ഇതിൻ്റെ പ്രായം 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ്. സാധാരണ SC, ST, OBCക്കുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഗവൺമെൻറ് സർവീസിലെ ഒരു പ്രത്യേകത, സെൻട്രൽ ഗവൺമെൻറ്റിൽ സാധാരണ അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 30 വയസ്സിൽ താഴെയാണ്. പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പ് ഡി പോസ്റ്റുകളെന്നൊക്കെ പറയുമ്പോൾ 25, 27 ഒക്കെയാണ്. ഇന്ത്യൻ റെയിൽവേ മാത്രമാണ് ഇത്രയും വലിയ ഒരു അപ്പർ ഏജ് ലിമിറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഏതാണ്ട് 30 വയസ്സ് കഴിഞ്ഞവരൊക്കെ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും മാത്രമേ പാസ്സായിട്ടുള്ളൂ എങ്കിലും അവർക്ക് ഇതുവരെ ജോലിയൊന്നും ലഭിച്ചിട്ടില്ലെങ്കിലും തീർച്ചയായും അവർക്ക് ശ്രമിക്കാവുന്ന ഒരു പോസ്റ്റാണ് ഇന്ത്യൻ റെയിൽവേ കൊടുക്കുന്ന ഈ അവസരം. ഇന്നത്തെ സാഹചര്യത്തിൽ തുടക്കക്കാർക്ക് കുറഞ്ഞത് 30,000 രൂപയെങ്കിലും ശമ്പളം കിട്ടും. അടുത്ത പേ കമ്മീഷൻ നോട്ടിഫിക്കേഷനുമായി കഴിഞ്ഞു. നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രിയിലെ സാലറി സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10ാം ക്ലാസ് പാസ്സായവർക്ക് 30,000 രൂപ തുടക്ക ശമ്പളം എന്ന് പറയുന്നതും ഒപ്പം റെയിൽവേയുടെ ഒരു ജോബ് സെക്യൂരിറ്റിയും ജോബ് ഗ്യാരണ്ടി എന്ന് പറയുന്നതും എന്തുകൊണ്ടും നല്ലൊരു പോസ്റ്റാണെന്ന് തന്നെ ഞാൻ പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം പല അലവൻസുകളുള്ള പോസ്റ്റാണ്. റെയിൽവേ റിക്രൂട്ട്മെന്റിൽ എപ്പോഴും നടക്കുന്നത് അവരുടെ സോണൽ വൈസാണ് വേക്കൻസി വരുന്നത്. ആപ്ലിക്കേഷനും അതുപോലെയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട അവസാന തീയതി മാർച്ച് മാസം 2-ാം തീയതി ആയതുകൊണ്ട് നിങ്ങൾക്ക് അധിക സമയമില്ല എന്ന് പ്രത്യേകിച്ച് ഓർക്കുക. സിംഗിൾ ടയർ എക്സാമിനേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. അതിനുശേഷം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ്. സിംഗിൾ ടയർ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച സിലബസിൽ നിന്നാണ് മാത്തമാറ്റിക്സിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടാകും, ന്യൂമറിക്കൽ അനാലിസിസിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടാകും, ലോജിക്കൽ റീസണിങ്ങിൽ ക്വസ്റ്റ്യൻ ഉണ്ടാകും, ജനറൽ അവയർനെസ്സിലൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാകും. സാധാരണ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഗവൺമെൻറ് എക്സാമിനേഷൻ എഴുതുന്നതിന് വളരെ ബുദ്ധിമുട്ടാണല്ലോ എന്ന് തോന്നുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഏതാണ്ട് 18-20 വയസ്സിന് മുകളിലായി കഴിഞ്ഞു. 15ാമത്തെ വയസ്സിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചില പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും കഴിഞ്ഞ 5-6 വർഷത്തെ നിങ്ങളുടെ പരിചയം കൊണ്ടും നിങ്ങളുടെ ഗ്രോത്ത് കൊണ്ടും ഇതൊക്കെ നിങ്ങൾ സിമ്പിളായിട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും 10ാം ക്ലാസ് മാത്രം സ്റ്റാൻഡേർഡുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ജോലി കിട്ടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പ്രത്യേകിച്ച് ഓർക്കുക. റെയിൽവേയുടെ മറ്റ് സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. പാസുകൾ കിട്ടുന്ന ഒരു ജോലിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളൊരു സോണിന് വേണ്ടി അപ്ലൈ ചെയ്താൽ നിങ്ങളുടെ റിക്രൂട്ട്മെന്റ് അവിടെ തന്നെ ആയിരിക്കും. സാധാരണ നിലയിൽ നിങ്ങളുടെ ട്രാൻസ്ഫറിന് വേണ്ടി അവർ അംഗീകരിക്കുന്ന അപേക്ഷ സ്വീകരിക്കുന്നത് കുറഞ്ഞത് 5 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും. പക്ഷെ ഓർക്കുക, നിങ്ങൾക്ക് 3-4 പ്രാവശ്യമെങ്കിലും നാട്ടിൽ വരുന്നതിനുള്ള ഫ്രീ പാസ് കൂടിയുണ്ട്. തന്നെയല്ല, നമ്മളുടെ അനേകം കുട്ടികൾ ഇന്ത്യയുടെ തന്നെ വിവിധ പ്രദേശങ്ങൾ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പഠിച്ചു വളരുമ്പോൾ അവർക്ക് സൗകര്യപ്രദമായ ഒരു പ്രദേശം ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യൻ റെയിൽവേ നൽകുന്ന ഈ വലിയ തൊഴിൽ അവസരം നിങ്ങൾ ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഓർക്കുക, 22,000 വേക്കൻസിയാണ്. അവസാന ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 2 ഫീസ്, ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. 500 രൂപയാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീസ് കൊടുക്കേണ്ടത്. അത് ജനറൽ വിഭാഗത്തിനൊക്കെയാണ്. SC, STക്ക് 250 രൂപ മാത്രമേ ഉള്ളൂ. പക്ഷേ എക്സാമിനേഷൻ എഴുതി കഴിയുന്നവർക്ക്, റിട്ടേൺ എക്സാമിനേഷൻ എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പോർഷൻ റീഫണ്ട് ചെയ്യുന്നതുകൊണ്ട് അതിനുശേഷം നിങ്ങൾക്ക് നടക്കുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത് ആൺകുട്ടികൾക്ക് ഏതാണ്ട് 30 കിലോഗ്രാം ഭാരം എടുത്തുകൊണ്ട് 100 മീറ്റർ പോകണം. പെൺകുട്ടികൾക്കാണെങ്കിൽ 20 കിലോഗ്രാം മാത്രമേ ഉള്ളൂ. ഒപ്പം നിങ്ങൾക്ക് 1000 മീറ്റർ ഓടുകയും വേണം. അതിന് ടൈമുണ്ട്. സാധാരണ നിലയിൽ നമ്മുടെ ഫിസിക്ക് വെച്ചിട്ട് നമ്മൾക്ക് എത്താവുന്ന ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. അതിനുശേഷമുള്ള ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷൻ ശേഷം ജോലി ലഭിക്കാവുന്നതാണ്. അതുകൊണ്ട് തൊഴിൽ അന്വേഷിക്കുന്ന
10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ഒക്കെ പഠിച്ച് ജയിച്ച കുട്ടികൾക്ക് നിർബന്ധമായും ട്രൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റാണ് ഇന്ത്യൻ റെയിൽവേയിലെ ഈ വന്നിരിക്കുന്ന 22,000 വേക്കൻസികൾ. താങ്ക് യു.